ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു കിടിലൻ നൈറ്റാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇനി 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോഡപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത് വെച്ചെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തിയാൽ മതി. 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഇതിലോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ സൺഫ്ലവർ ആട്ടോ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഗോതമ്പ് പൊടിയും കൂടെ മിക്സാക്കി എടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ക്യാപ്സിക്കം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 തണ്ട് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് പനീർ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചീസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണ് മയോണൈസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ. അപ്പോൾ ചപ്പാത്തി പലകൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത ഗോതമ്പ് മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുമല്ലോ അതേ വലുപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടോ. ഇനി നമുക്കിത് ഒരു പത്തിരിൻ്റെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ച് വെക്കട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫില്ലിങ് വെച്ചിട്ട്
ഇതുപോലെ നാക്കിയെടുക്കട്ടോ. അപ്പോൾ നമുക്ക് എഗ്ഗ് വെച്ചിട്ടൊക്കെ ഫില്ലിങ് ഉണ്ടാക്കി എടുക്കട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതല്ലാതെ ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോന്ന് ഇതേപോലെ ഒന്ന് മറിച്ച് വെക്കുക. അതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ഇതുപോലെ ആക്കിയെടുക്കട്ടോ. ഒരു പശ പോലെ ഇതിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ വെച്ചെടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് വേണം ഇത് വെച്ചെടുക്കാൻ. പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ്സാക്കി വെക്കണം കേട്ടോ. ഇത് പാനിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് സമയം നമുക്കൊന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പാനൊന്ന് ചെരിച്ച് വെക്കട്ടോ. ഇത് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പാനൊന്ന് തിരിച്ച് വെച്ചെടുക്കട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണ്ട ഇതുപോലെ ആക്കിയെടുക്കാൻ. അപ്പോൾ ആ ചൂടൊക്കെ തട്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.